പാലക്കാട് MLA മാങ്ങാണ്ടി കഴിഞ്ഞ ദിവസം രാത്രി 9 മണിക്ക് പാത്തും പതുങ്ങിയും ബസ് സ്റ്റാൻഡിൽ വന്ന് ഒരു ബസ്സിന് ഫ്ലാഗ് ഓഫ് ചെയ്തൊരു വിവാദം ഇന്നിപ്പോ കത്തിപ്പടരുന്നുണ്ട്. ഡിപ്പോയിലെ ചില കോൺഗ്രസ് അനുകൂല യൂണിയനിൽപ്പെട്ട ഉദ്യോഗസ്ഥർ രാഖി രാമായണം തലയിൽ മുണ്ടിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഒരു ബസ് ഫ്ലാഗ് ഓഫ് ചെയ്യിച്ചുകൊണ്ട് പൊതു ഇടത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരമുണ്ടാക്കാനുള്ള പരിശ്രമമായിരുന്നു. പക്ഷെ ഒരു ദൃശ്യം പുറത്തു വന്നതോടുകൂടി ആ ഫ്ലാഗ് ഓഫ് ഇപ്പോ മാങ്ങാണ്ടിക്ക് തന്നെ വിനയായിട്ടുണ്ട്. ഫ്ലാഗ് ഓഫ് ചെയ്തതിന് ശേഷം ആ ബസിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. കോൺഗ്രസ് അനുകൂല ഉദ്യോഗസ്ഥരും എല്ലാം കൂടി ചേർന്നെടുത്ത ആ ബസിന്റെ ബോർഡൊന്ന് വായിച്ചു നോക്കിയേ. ബാംഗ്ലൂർ, കോയമ്പത്തൂർ, സേലം, ഹൊസൂർ. മസനഗുഡി വഴി ഊട്ടി എന്ന് പറയുന്നത് പോലെ ഹൊസൂർ, സേലം, കോയമ്പത്തൂർ വഴി ബംഗളൂരു പോകുക എന്നുള്ളത് ചിലർക്ക് ബംഗളൂരു ഒരു വീക്ക്നെസ് ആണ്, അവിടെ പോകേണ്ടത് ഒരു അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് വേണ്ടി ഒരു സഹായം ചെയ്തതാണോ എന്നുള്ള സംശയം ഉണ്ടാവുകയാണ്. എന്തായാലും ചിത്രം ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നാട്ടുകാർ എടുത്തിട്ട് അലക്കുന്നുണ്ട്. ആ ബംഗളൂരു കഥ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഒരു അവസ്ഥ. ബംഗളൂരു എന്ന് പറഞ്ഞാൽ ഗർഭചിത്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെയുള്ള ബംഗളൂരു യാത്രകൾ ഇപ്പോൾ കേരളത്തിൽ വിവാദമായിരിക്കുന്ന സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന്റെ ലൈംഗിക പീഡനങ്ങളെ സംബന്ധിച്ചും മാങ്ങാണ്ടി കിളിർത്ത വിവരങ്ങളെല്ലാം ബംഗളൂരു ചുറ്റിപ്പറ്റി വന്നപ്പോൾ ആ ബസ് എന്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ യോഗ്യനാണെന്ന് കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഉദ്യോഗസ്ഥന് തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു മാങ്ങാണ്ടി ഫാനാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കോൺഗ്രസ്സുകാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോ ബംഗളൂരു ഒരു അനാശാസ്യ കേന്ദ്രമാണോ എന്ന് മനസ്സിൽ പതിഞ്ഞതുപോലെയാണ്. കാര്യം മാങ്ങാണ്ടിയിലൂടെ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പുറത്തു വന്ന വാർത്തകൾ, ആ വാർത്തകളും പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥർ വരെ തെളിവ് തേടി ബാംഗ്ലൂരിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു MLA നേരിട്ട് തലയിൽ മുണ്ടിട്ട് വന്ന് ഒരു ബാംഗ്ലൂർ ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കോമഡി എന്നല്ലാതെ മറ്റെന്താണ് പറയേണ്ടത്? ആ ബസ്സിന് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ എന്തുകൊണ്ടും ഏറ്റവും അനുയോജ്യൻ ബംഗളൂരു ലീലാവിലാസ കഥകൾ പുറത്തു വന്ന് നിൽക്കുന്ന വ്യക്തി തന്നെയാണെന്ന് KSRTCയിലെ ചില ഉദ്യോഗസ്ഥർ തീരുമാനിച്ചതാണ്. അത് സംഘിയായിട്ടുള്ള ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് കൊടുത്ത 8ന്റെ പണിയാണോ എന്നുള്ള സംശയം കൂടി വരികയാണ്. എന്തായാലും ആ കോയമ്പത്തൂർ വഴിയുള്ള ബാംഗ്ലൂരു ഇനിയിപ്പോ MLAക്ക് കൂടി ഇടയ്ക്കിടയ്ക്ക് ഗുണപ്പെടും. വെറുതെ ആ വയനാട് ഫണ്ടിന് വേണ്ടി പിരിച്ചു വെച്ചേക്കുന്ന പൈസ അതിങ്ങനെ പൊടിച്ചു തീർക്കാതെ ഈ ബസ് യാത്രയിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ലീലാവിലാസങ്ങൾക്ക് ഇനി അവസരമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് രാത്രി 9 മണിക്ക് ശേഷം ഈ ബസ് പാലക്കാട് നിന്ന് തിരിക്കുമ്പോൾ സേഫ് ആയിട്ട് MLAക്ക് കൂടി വേണമെങ്കിൽ യാത്ര ചെയ്യാമെന്നുള്ള ഒരു അറിയിപ്പ് കൂടിയായിട്ട് വേണം KSRTCയിലെ ആ കോൺഗ്രസ് മനസ്സുള്ള ഉദ്യോഗസ്ഥനെന്ന് സഹായമായി ചെയ്തതെന്ന് ബോധ്യപ്പെടുകയാണ്. എന്തായാലും DYFIക്കാർ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മീശമാധവൻ സിനിമയിലെ ജഗതി പട്ടാളം പുരുഷുവിന്റെ വീട്ടിൽ പോകുന്ന മാതൃകയിൽ MLA കാറ് പോലും ഉപയോഗിച്ച് രാത്രി തലയിൽ മുണ്ടിട്ട് വന്ന ഒരു ബംഗളൂരു ബസ് ഉദ്ഘാടനം ചെയ്തെങ്കിൽ അതിന്റെ പിന്നിലെ താല്പര്യങ്ങളും ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് MLAക്കുള്ള അഭേദ്യ ബന്ധവും മുൻനിർത്തിയാണ് ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ഉദ്ഘാടനത്തിന് ശേഷം ആ ബോർഡ് പുറത്തു വന്നതോടുകൂടിയാണ് ഇപ്പോ അടാർ ട്രോളായി ഈ ചിത്രം മാറിയിരിക്കുന്നത്. അപ്പോ ആ പട്ടാളം പുരുഷ കഥ DYFIക്കാർ കൂടി പറഞ്ഞത് ഒന്ന് കേട്ടോളൂ. അങ്ങനെയല്ല, അത് നടന്നല്ലോ. അതല്ല, അല്ല MLA അറിയിച്ചിട്ടുണ്ടല്ലോ. ഞാൻ തലൂസ് എട്ടരയ്ക്ക് അറിയിച്ചിട്ടുണ്ട്. ഞാൻ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നും തന്നില്ല, അറിയിക്കാന്ന് പറഞ്ഞു നിർത്തി. ഞാൻ വരാന്ന് പറഞ്ഞു. വിളിച്ചോ, അറിയിച്ചപ്പോ എന്നോട് ചെറിയ ബുദ്ധിമുട്ട് പറഞ്ഞു. അല്ല, പുതിയ ബസ് വന്നിട്ടുണ്ട്, ഞായറാഴ്ച രാത്രി പോകും. ഓൺലൈനിൽ ഇട്ടതല്ലേ ഇത്? ഞാൻ മാത്രല്ല, ലോകം മുഴുവൻ ഈ വണ്ടി ഓൺലൈനിലേക്ക് എടുക്കല്ലേ. സ്വാഭാവികമായിട്ട് ഇപ്പോ ഈ യൂണിയൻ നേതാക്കളൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ ഇങ്ങനെ അറിയിച്ചിരുന്നു? യൂണിയൻ നേതാക്കളെങ്കിലും അറിയിച്ചിരുന്നു? ഇല്ല, ഞാൻ പിന്നെ ഡിപ്പോ എഞ്ചിനീയറോട് പറഞ്ഞു, സാറ് വരുന്നുണ്ട്, അവിടെ ഉണ്ടാവണം പറഞ്ഞു. ഇല്ല, അതിനുള്ള സമയം കിട്ടിയില്ല. ഇത് ഉദ്ഘാടനം ഇല്ലല്ലോ, അറിയിച്ചിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, സാറിനെ അറിയിച്ചിട്ടുള്ളൂ. അപ്പൊ സാറ് പറഞ്ഞു എനിക്ക് തിരുവനന്തപുരം പോകണം. ഈ 8:30 പിന്നെ അറിയിച്ചപ്പോ ഞാൻ അറിയിച്ചില്ല. ഇതിന് ഉദ്ഘാടന പ്രോഗ്രാം വെച്ചിട്ടില്ലല്ലോ. ഈ ബസ് വരുന്നത് MP അറിയിച്ചിരുന്നോ? മുനിസിപ്പൽ ചെയർമാനോ അങ്ങനെ അവരെ ജനപ്രതിനിധി അറിയിച്ചിരുന്നോ ഈ ബസിന്റെ കാര്യം?
ഈ ബസ്സല്ല, എല്ലാ ബസ്സും എല്ലാവരും അറിയിക്കാറുണ്ട്. ഈ ബസ്സിനെ എം എൽ എ മാത്രമേ അറിയിച്ചിട്ടുള്ളൂ. വന്നു അറിയിച്ചു, അത്രയുണ്ട്.